ഗുഡ് മോർണിംഗ് പ്രേമൻ. ഗുഡ് മോർണിംഗ്. പ്രേമ, ഇന്ത്യൻ വിപണിക്ക് പുത്തൻ സാധ്യതകൾ, വലിയ വാതായനങ്ങൾ തുറന്നു വരുന്നു എന്ന ഒരു ശുഭകരമായ വാർത്തയാണ് നമ്മൾ രാവിലെ തന്നെ കൊടുക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ വ്യാപാര മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ്, ഇന്ത്യക്ക് ഇനി വളർച്ചയുടെ നാളുകളായിരിക്കും എന്ന ശുഭസൂചന നൽകി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാറിൽ ഏർപ്പെടാൻ പോകുന്നു. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ യഥേഷ്ടം വിൽപ്പന നടത്താൻ, കയറ്റുമതി നടത്താൻ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ വാർത്തകൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഓഹരി വിപണിയിലടക്കം വലിയ മാറ്റങ്ങൾക്ക് സാധ്യതകൾ തുറന്നു വരികയാണ്. എന്താണ് അതിൻ്റെ പുതിയ അപ്ഡേഷൻസ്? അതായത് ഈ ലോക വിപണി പ്രധാനമായ രണ്ട് മാന്ദ്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്ന്, മൊത്തത്തിൽ ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി, നമ്മളൊക്കെ അനുഭവിച്ചതാണ്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ പ്രവാസികളടക്കം അതിൻ്റെ ഭാഗമായി തൊഴിൽ രഹിതരായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നമ്മളിവിടെ വന്നു. അന്ന് ലോകം മുഴുവൻ ഈ വ്യാപാര മാന്ദ്യം വന്ന് വലിയ ബിസിനസ് തകർച്ചകൾ, വലിയ വലിയ ബാങ്കുകളൊക്കെ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലൊക്കെ വന്നു. കാര്യം അവർക്ക് കൊടുത്ത ലോണൊന്നും തിരിച്ചടക്കാൻ പറ്റാത്ത രീതിയിൽ അന്ന് ഇന്ത്യൻ ബാങ്കുകളൊക്കെ പിടിച്ചു നിന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം കൊറോണ വന്നു. കൊറോണ വന്നപ്പോഴും സമാനമായ അവസ്ഥയിലാണ് എല്ലാ ബിസിനസ്സുകളും പോയത്. അതായത് വാങ്ങാൻ ആളില്ല, സാമ്പത്തിക പ്രതിസന്ധി, വ്യവസായശാലകളെല്ലാം നാളുകളായി അടച്ചിടുന്നു. അങ്ങനെ വലിയ ക്രൈസിസിലോട്ടാണ് എല്ലാ കാര്യങ്ങളും പോയത്. ഇപ്പോൾ ഇതിന് ശേഷം അമേരിക്കയുടെ നയങ്ങളിലൊക്കെ കാര്യമായ മാറ്റം വന്നു. അമേരിക്ക ഈ കൊറോണ അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അവരുടെ യുദ്ധനയത്തിൽ പോലും മാറ്റം ഉണ്ടായി. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സേന പിന്മാറ്റം നടത്തിയതടക്കം. കാര്യം അവർക്ക് സാമ്പത്തികമായി അവരടക്കം ഞെരുങ്ങി, അമേരിക്ക അടക്കം ഞെരുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യക്കും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ത്യയിലും ഈ കൊറോണ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നാശം വിതച്ച ഒരു രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇപ്പോൾ ഇവിടെ ഈ വ്യവസായ മാന്ദ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ വ്യവസായ മേഖല, ലോകത്തെമ്പാടുമുള്ള വ്യവസായ മേഖല ഒരു ബൂസ്റ്റപ്പിന്, ഒരു കുതിച്ചുചാട്ടത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അതിന് പറ്റിയ ഒരു കാലാവസ്ഥ ഇപ്പോൾ വന്നേക്കുന്നത്. കാര്യം അമേരിക്ക ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് ഒരു വ്യാപാര യുദ്ധം നടത്തിയിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കൊറോണ വന്നപ്പം കുറേ വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു പോയി എന്ന് പറയുന്നതോടൊപ്പം പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനും കൂടി ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ഒരുപക്ഷെ ഈ കരാറ്. അതെ, ഈ കൊറോണ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് നടത്തുന്നതിന് ഒരു ഓഫീസോ ഒരു കെട്ടിടമോ വേണ്ട എന്നൊരു ചിന്ത, ഒരാശയം സാധാരണക്കാർക്ക് പോലും എത്തി. ഈ ഓൺലൈൻ വ്യാപാരം അത് വല്ലാത്ത രീതിയിൽ തഴച്ചു വളരുകയും അത് വിജയകരമായി മാറുകയും ചെയ്തു. കാര്യം ആളുകൾക്ക് അതിനെക്കുറിച്ച് ബോധവൽക്കരണം ഇല്ലാതെ, ഇപ്പോൾ ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൻപുറത്തുള്ള മീൻ കച്ചവടക്കാർ പോലും ഇപ്പോൾ UPI പേയ്മെൻറ്റ് നടത്താറുണ്ട്, ഗൂഗിൾ പേ അതേപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ട്? ഈ കൊറോണ വന്നതിന് ശേഷം ആളുകളുടെ ചിന്തയിൽ വന്ന മാറ്റമാണ്. സമാനമായ മാറ്റം ബിസിനസ്സുകളിലും ഉണ്ടായി. ഇപ്പോൾ ഓൺലൈൻ വ്യാപാരം വന്നത് നാട്ടിൻപുറത്തും സുപരിചിതമായി. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഓൺലൈനിൽ വാങ്ങാത്ത ആളുകൾ ഇപ്പോൾ വളരെ കുറവാണ്. മാസത്തിൽ 1-2 തവണയെങ്കിലും ഓൺലൈൻ വ്യാപാരം നടത്തും. അപ്പോൾ ആ രീതിയിൽ ബിസിനസ് മേഖല മൊത്തത്തിൽ സമൂലമായൊരു പുതിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപും മോദിയും ഫെബ്രുവരിയിൽ കൂടിക്കാഴ്ച നടത്തി. എന്തിന് ചെയ്യാം? കാരണം ഈ പറയുന്ന തരത്തിൽ അമേരിക്ക ഞാൻ പറഞ്ഞല്ലോ, അമേരിക്ക സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഡൊണാൾഡ് ട്രംപ് ഈ കർശന, അതായത് ഈ ഇലോൺ മസ്കിനെ അടക്കം എന്തുകൊണ്ട് മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഈ ചെലവുകൾ വെട്ടിച്ചുരുക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അയാളുടെ, അതായത് ട്രംപിൻ്റെ സ്വന്തം തലയിൽ ഉദിച്ച ആശയമാണ് ഈ വ്യാപാര യുദ്ധം. ചൈനയുമായിട്ടും ഇന്ത്യയോട് പോലും, ഇന്ത്യ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ സൗഹൃദ രാഷ്ട്രങ്ങളിലൊന്നാണ്. ഇപ്പോൾ ചൈനയോട് 130% വരെ മറ്റേ റെസിപ്രോക്കൽ ടാക്സ് ചുമത്തി, അതായത് പകര ചുങ്കം. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. കാര്യം ഇമ്പോർട്ടും എക്സ്പോർട്ടും തുല്യമായിരിക്കണമെന്നാണ് ട്രംപിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് അധികമായിട്ട് അമേരിക്ക വാങ്ങേണ്ടി വന്നാൽ അമേരിക്കയുടെ സമ്പത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പോൾ രണ്ടും തുല്യമായിരിക്കണം. അതായത് അമേരിക്ക വാങ്ങുന്നതിന് തുല്യമായിട്ട് അമേരിക്ക വിൽക്കുകയും ചെയ്യണം. അതല്ല അനുപാതം കുറവാണെങ്കിൽ ഈ പറയുന്ന കൂടുതലായിട്ട് അമേരിക്ക വാങ്ങുന്നതിന് കൂടുതൽ ടാക്സ് ചുമത്തണം. പക്ഷേ അത് തിരിച്ചടിയായെന്നുള്ളത് ട്രംപിന് തന്നെ മനസ്സിലായി. കാര്യം ഈ അധിക നികുതി ഏർപ്പെടുത്തിയാൽ അതും നമ്മുടെ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ തലയ്ക്കാണ് അത് വരിക. ഈ നികുതി ഭാരം മുഴുവൻ അങ്ങോട്ട് തന്നെയാണല്ലോ വരിക. അതേപോലെ ഉൽപ്പാദകർ ഈ റോ മെറ്റീരിയൽസ് ഒക്കെ ഇറക്കുമതി ചെയ്യുമ്പോൾ അത് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പാദകർക്ക് വലിയ രീതിയിൽ അവരുടെ ചെലവ് വർദ്ധിക്കുന്നു. അങ്ങനെ അമേരിക്കയിലും വലിയ വ്യവസായങ്ങൾക്കൊക്കെ വലിയ മാന്ദ്യം അനുഭവപ്പെട്ടു. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് അതൊക്കെ മാറ്റി ഈ പറയുന്ന വ്യാപാര യുദ്ധമൊക്കെ ചൈനയായിട്ടുള്ളത് അവസാനിപ്പിച്ചു. ഇന്ത്യയുമായിട്ട് അത് ഏകദേശം രമ്യതയിലെത്തി. ഇതിനുശേഷം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാര പ്രതിനിധികളും അമേരിക്കയിൽ നിന്നുള്ള വ്യാപാര പ്രതിനിധികളും കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 10-ാം തീയതിയാണ് ആ കൂടിക്കാഴ്ച അവസാനിച്ചത്, ഈ ജൂൺ 10-ാം തീയതി. അതിനുശേഷം നമ്മുടെ വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ നടത്തിയ ഒരു പ്രസ്താവന പ്രസക്തമാണ്. പീയൂഷ് ഗോയൽ പറഞ്ഞത്,
രണ്ട് രാജ്യങ്ങൾക്കും സ്വീകാര്യമായ, രണ്ട് രാജ്യങ്ങളുടെയും വ്യവസായ വാണിജ്യ രംഗത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന, വലിയൊരു പ്രചോദനമാകുന്ന തരത്തിലുള്ളൊരു വ്യാപാര കരാറിന് ഇന്ത്യയും അമേരിക്കയും തയ്യാറെടുക്കുന്നുവെന്നാണ്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ബിഗ് ബ്യൂട്ടിഫുൾ ഇവൻറ്റ് എന്ന തലക്കെട്ടിലൊരു അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടി നടത്താറുണ്ട്, എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സംബന്ധിച്ച്. ആ പരിപാടിക്കിടയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ചൈനയുമായി ഞങ്ങൾ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കി, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു, വലിയൊരു സംഭവമുണ്ട്, മറ്റൊരു രാജ്യവുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തി, വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു, വലിയൊരു കരാർ ഉണ്ടായിരിക്കുന്നു, അത് അടുത്ത ദിവസം ഞാൻ വെളിപ്പെടുത്താം. അത് ഇന്ത്യയെക്കുറിച്ചാണ് പറഞ്ഞത്. കാര്യം ഇതേ സമയം തന്നെ എന്ത് കാര്യത്തിലാണ് ചർച്ച നടന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാര്യം ഇന്ത്യയുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ വ്യവസായ പ്രമുഖനായ രാജേഷ് അഗർവാളിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം 4 ദിവസമാണ് അമേരിക്കയിൽ ചെലവഴിച്ചത്. അമേരിക്കയിലെ മറ്റ് വ്യവസായ ശൃംഖല പ്രതിനിധികളുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തി അവരൊരു ധാരണയിലെത്തി. അപ്പോൾ പ്രധാനമായും ഈ ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറിലെ പ്രധാന ഊന്നൽ കൊടുക്കുന്നത് വ്യാവസായിക കാർഷിക മേഖലയ്ക്കാണ്. ഇപ്പോൾ അമേരിക്ക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇന്ത്യക്ക് 26% ടാക്സ് ചുമത്തിയെങ്കിൽ അവർ മൊത്തത്തിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിന് അവർ ഏർപ്പെടുന്ന ചുങ്കം 2%. എന്നാൽ പകുതിയിലധികം ഉൽപ്പന്നങ്ങൾ അവർ ഈ പറയുന്ന നികുതി രഹിതമായിട്ടും അവിടെ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കും. എന്നാൽ അവരുടെ മൊത്തത്തിലുള്ള ടാക്സ് ആവറേജ് നോക്കുമ്പോൾ ഏതാണ്ട് 15.6% നിലവിൽ ഇപ്പോഴത്തെ ടാക്സ്. 1936 ശേഷം അമേരിക്ക ചുമത്തുന്ന ഏറ്റവും വലിയ നികുതി ഭാരമാണിത്. അതായത് അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സാധനം കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ആവറേജ് ടാക്സ് 15.6% കൊടുക്കണം. ഇത് ഒരിക്കലും ഈ പറയുന്ന അങ്ങോട്ട് കയറ്റുമതി ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അത്ര സുഖകരമായ സംഗതിയല്ല. 15.6 എന്ന് പറയുന്നത് വളരെ ഭീമമായ ഒരു തുക തന്നെയാണ്. എന്നാൽ ഇന്ത്യക്ക് 26%. അതിൽ ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. അമേരിക്കയിലെ ഫെഡറൽ കോടതി ട്രംപിൻ്റെ ആ നിയമത്തിന് ആ ഒരു ഭേദഗതിക്ക് തൽക്കാലം സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഒരു ആശ്വാസത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ 26% എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളായിട്ട് ഇപ്പോഴും ഉണ്ട്. ട്രംപ് ആ കാര്യത്തിൽ പിന്നോട്ട് പോയിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു കരാർ പ്രസക്തമാകുന്നത്. ഈ കരാർ പ്രകാരം ഒട്ടുമിക്ക സാധനങ്ങളും വളരെ കുറഞ്ഞ നികുതിയിൽ നമുക്ക് അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യാൻ പറ്റും. ബഹുഭൂരിപക്ഷം സാധനങ്ങൾക്കും നികുതിയേ ഇല്ല എന്നുള്ള ഒരു സുപ്രധാന സംഗതിയാണ് വന്നേക്കുന്നത്. അതായത് അമേരിക്കയുടെ വിശാലമായ വിപണി നമുക്കായി തുറന്നു കിട്ടുകയാണ്. അതായത് ഇന്ത്യ ഇപ്പോൾ നടത്തുന്ന ശരാശരി ഒരു വർഷത്തെ അമേരിക്കയിലോട്ട് നടത്തുന്ന കയറ്റുമതി എന്ന് പറയുന്നത് $190 ബില്യൺ. ബില്യൺ എന്ന് പറയുമ്പോൾ അത് കോടിയിലേക്ക് മാറ്റുമ്പോൾ ഏതാണ്ട് 19,000 കോടി ഡോളർ. ഒരു ഡോളറിന് ഇപ്പോൾ ഏതാണ്ട് ഇന്നത്തെ ഇന്ത്യൻ കറൻസി 85.5 ഇന്ത്യൻ കറൻസിയിലെ വില. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഇന്ത്യ അമേരിക്കയിലോട്ട് നടത്തുന്ന കയറ്റുമതി എന്ന് പറയുന്ന നിലവിലെ സാഹചര്യത്തിൽ 11,11,500 കോടി രൂപ ഇന്ത്യൻ രൂപയുടെ കച്ചവടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കരാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ കച്ചവടം ഏതാണ്ട് 2030 $500 ബില്യൺ ആക്കാനാണ് പദ്ധതി. അപ്പോൾ ബില്യൺ എന്ന് പറയുമ്പോൾ അത് 50,000 കോടിയാണ്. ഇപ്പോൾ ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ അത് 42,75,000 കോടി രൂപയുടെ 42,75,000 കോടി രൂപയുടെ കച്ചവടം നടക്കുക. ഏറ്റവും പ്രധാനമായ സംഗതി, ഇതിലേറിയ പങ്കും വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ്. ഇന്ത്യ എന്ന് പറയുന്നത് കാർഷിക സമ്പത്ത് കൊണ്ട് വളരെ പ്രാധാന്യമേറിയ രാജ്യമാണ്. ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വ്യവസായങ്ങൾ നിക്ഷേപം നടത്താൻ താല്പര്യപ്പെടുന്നൊരു സമയം കൂടിയാണ്. കാര്യം ചൈനയും അമേരിക്കയായിട്ട് പല ഘട്ടങ്ങളിലായി വ്യാപാര യുദ്ധങ്ങളുണ്ടായി. ഇപ്പോൾ ചൈനയിലെ പല വ്യവസായങ്ങളും ഇന്ത്യയിൽ ഇപ്പോൾ ആപ്പിൾ അടക്കം ഇന്ത്യയിലടക്കം നിക്ഷേപം നടത്തി തുടങ്ങുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കരാർ വരുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് വരും നാളുകൾ വളരെ ശുഭകരമാണ്. ട്രംപിനും മോദിക്കും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എല്ലാ നന്ദിയും പറയണം.